മുക്കുറ്റി. എല്ലാ ദിവസവും വീട്ടുജോലിയും അത് കഴിഞ്ഞാൽ സ്കൂളിലേക്കുമായി പോകുകയായിരുന്ന ഞാൻ ഈ വെക്കേഷൻ സമയം വെറുതെ വീട്ടിലും പറമ്പിലുമായി വിരസമായി നടക്കുന്നതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട കൂട്ടമായും ഒറ്റയ്ക്കും മഞ്ഞപ്പൂക്കളുമായി കാറ്റത്തിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കുഞ്ഞു ചെടി. ദശപുഷ്പങ്ങളിൽ ഒന്നായതും ഔഷധഗുണങ്ങളാൽ സമ്പന്നവുമായ ഒരു ചെറുചെടി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബയോഫൈറ്റം സെൻസിറ്റിവം എന്നാണ്. ഓക്സാലിഡേസി സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ ചെറു സസ്യം എൻ്റെ വീട്ടുപറമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. മഞ്ഞപ്പൂക്കളുള്ള ഈ കുഞ്ഞു ചെടിയെ അറിയാത്തവർ വിരളമാണ്. എന്നാൽ ഈ ചെടിയെ അറിയാമെങ്കിലും ഇതിൻ്റെ ഔഷധഗുണങ്ങളെക്കുറിച്ച് അറിയാൻ വഴിയില്ല. സാധാരണ സസ്യം എന്ന ഗണത്തിലാണ് ഇതിനെ പലരും കാണാറ്. ഗ്രാമീണതയുടെ വിശുദ്ധിയോടെ മഞ്ഞണിപ്പട്ടണിഞ്ഞ് നിൽക്കുന്ന മുക്കുറ്റിപ്പൂക്കൾ ഔഷധഗുണങ്ങളുടെ കാര്യത്തിൽ ഏറെ മുൻപന്തിയിലാണ്. ഗ്രാമീണ സംസ്കൃതിയുടെ അടയാളമായി നമ്മുടെ പാടത്തും പറമ്പിലും ധാരാളമായി കണ്ടിരുന്ന ഈ സസ്യം ഇന്ന് മരുന്നിനു പോലും ലഭ്യമാകാത്ത അവസ്ഥയിലാണ്. കേരളത്തിൽ നിലംതെങ്ങ്, ലജ്ജാലു, തണ്ടാനഴി, ജലപുഷ്പം എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. ആയുർവേദ ഔഷധങ്ങളിൽ പ്രമേഹത്തിനും വാതപിത്ത കഫദോഷങ്ങൾ നീക്കാനും മുറിവുകൾക്കും പൊള്ളലുകൾക്കും വിഷചികിത്സയ്ക്കും തുടങ്ങി ആരോഗ്യത്തിന് പലതരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഇത്. ഉത്തേജന ഗുണമുള്ള ഒരു ഔഷധമാണ് മുക്കുറ്റി. കർക്കിടക മാസത്തിൽ ഈ ചെടിയുടെ ഇലകൾ കൈകളിൽ വെച്ച് അരച്ചു പിഴിയുമ്പോൾ കിട്ടുന്ന പച്ച നിറത്തിലുള്ള കട്ടിയുള്ള നീര് മുക്കുറ്റിച്ചാന്ത് നെറ്റിയിൽ തൊടുന്ന ശീലം പണ്ട് കാലത്തുണ്ടായിരുന്നു. മുക്കുറ്റി തലയിൽ ചൂടിയാൽ ഭർത്താവിന് നല്ലത് വരുമെന്നും വീട്ടിൽ സൂക്ഷിച്ചാൽ ദൃഷ്ടിദോഷം മാറുമെന്നുമുള്ള മറ്റനേകം വിശ്വാസങ്ങളും കേരളത്തിലുണ്ട്. നമ്മുടെ മാറിയ ജീവിതശൈലിയും നഗരവൽക്കരണവും നമുക്ക് നഷ്ടമാക്കിയ ഔഷധച്ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒരിനമാണ് മുക്കുറ്റി. ഇത്തരം സസ്യങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവ അന്യം നിന്നു പോകാതെ സംരക്ഷിക്കുവാനുള്ള കടമ നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്.